സീതയുടെ അമ്മയുടെ മുറിയിലെത്തുന്ന രാമന് എല്ലാവരുമായും നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച. ഒരുതരം ശ്വാസം മുട്ടല്. സീതയോട് സംസാരിക്കാൻ അതിയായ ആഗ്രഹം. സീതയെ കാണാനും സംസാരിക്കാനും കഴിയാത്തതിലുള്ള ദുഃഖം വന്നപ്പോ കൂടെ രാമനൊപ്പം മീര വന്ന വിവരം പറഞ്ഞ് മനസ്സ് മുറിവേൽപ്പിക്കുന്ന അർച്ചന. കണ്ണുനീര് പൊടിയുന്നൊന്ന് നോക്ക്. രാമനെ പൂർണ്ണമായും നഷ്ടപ്പെടുമെന്ന് നമ്മുടെ മോള് കരുതുന്നുണ്ടാവില്ല. തുടർന്ന് കാണുക. ഹലോ. ശബ്ദം കേട്ട് കട്ട് ചെയ്യരുത്. ഞാനാ സീതേ, ഇന്ദ്രനാ. എന്ത് വേണം? ഞാൻ വളരെ അകലെയാണെങ്കിലും കാര്യങ്ങളൊക്കെ അപ്പ പറയുന്നുണ്ട്. അതിലെനിക്ക് അത്ഭുതമൊന്നുമില്ല. എന്നുവെച്ചാ ഇവിടെ ഒരാളുണ്ടല്ലോ, നിങ്ങളുടെ പെങ്ങള്. ഏത് നേരവും എന്തും കാതിലെത്തിക്കാൻ. ആയിക്കോട്ടെ, കാതിലെത്തിയ വിവരങ്ങൾ വെച്ച് ഞാൻ ചോദിക്കുക. എന്തിനാ സീതേ ഇനി ഈ കാത്തിരിപ്പ്? നിനക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നത്. ആ ബോധം വേണം. രാമൻ മറ്റൊരു പെണ്ണിൽ ആശ്വാസം കണ്ടെത്തിയിരിക്കുന്നു. മിക്കവാറും അവളെ തന്നെ വിവാഹം കഴിക്കാനാ സാധ്യത. അങ്ങനെയുള്ളപ്പോ നിനക്ക് വയസ്സ് എത്രയാന്ന വിചാരം? ദേ, ഇനിയെങ്കിലും ബുദ്ധിയുള്ള പെണ്ണെ പോലെ ചിന്തിച്ചൂടെ? നിങ്ങളെ വിവാഹം കഴിക്കുന്നതാണോ ബുദ്ധി? ഇഷ്ടമില്ലാത്ത പെണ്ണിന്റെ പിന്നാലെ ചുറ്റിത്തിരിയുന്നവനെ ആണത്തോളൊരു പുരുഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല. എന്നെ ഉപദേശിക്കുന്ന നിങ്ങളോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്റെ പിന്നാലെയുള്ള ഈ അലച്ചിലും കാത്തിരിപ്പും അതെല്ലാം നിർത്തിയിട്ട് വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക. പിന്നെ ഒരു അപേക്ഷയും കൂടി എനിക്കുണ്ട്. ആവശ്യത്തിനും അനാവശ്യത്തിനും ദയവ് ചെയ്ത് എന്നെ വിളിക്കരുത്. ഉള്ളതുറപ്പിച്ചങ്ങ് പറയാം, നിങ്ങളുടെ സംസാരം കേൾക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. സീതേ, എന്താ വല്ലാതിരിക്കുന്നത്? സീതയെ വിളിച്ച് കാണാം. മുഖം കണ്ടാലറിയാം. അവൾ എനിക്ക് പിടിതരുന്നില്ലടാ. ഏതു വഴിയിലൂടെ സഞ്ചരിച്ചാലും അവൾ നിന്നിടത്ത് തന്നെ നിൽക്കുക. അല്ല ഇന്ദ്രേട്ടാ, ഒരുവനെ മനസ്സിൽ ആരാധിച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനി അവള് ഭാര്യയായിട്ട് വന്നാലും കുറച്ചു കഴിയുമ്പോൾ സ്നേഹം മങ്ങും. അതുകൊണ്ട് അവളെ മറന്നിട്ട് ചേട്ടൻ വേറെ കല്യാണം കഴിക്കുന്നതാ ഉചിതം. എടോ, സീത ആരാധിക്കുന്ന രാമൻ വേറെ കല്യാണം കഴിക്കാൻ പോവാ. ആയിക്കോട്ടെ, അപ്പോഴും അവൾക്ക് ഇന്ദ്രേട്ടനോടുള്ള മനോഭാവത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ. ഈ കാത്തിരിപ്പ് എന്തിനാണെന്നാ ഞാൻ ചോദിച്ചത്. എന്താണെന്നറിയില്ലടോ, അവളാകെ എന്റെ ശരീരത്തിൽ ആകമനം കത്തിപ്പടർന്ന് നിൽക്കുക. അതത്ര പെട്ടെന്നൊന്നും എടുത്തു മാറ്റാൻ പറ്റത്തില്ല. പുരാണത്തിലെ രാവണനെ പോലെ ആകണോ ഞാനെന്ന് ആലോചിക്കുക. തട്ടിക്കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ അത് അനിവാര്യമായി വന്നിരിക്കുക. വല്ലാത്തൊരു പ്രതിസന്ധിയിലായിപ്പോയല്ലോ നളിനി. നമ്മുടെ മകൾ നമുക്ക് വേണ്ടി പലതും ചെയ്തു, എങ്ങനെയെല്ലാം പാടുപെടുകയും ചെയ്തു. എന്നിട്ടും അവൾ ആഗ്രഹിച്ചൊരു ജീവിതം അവൾക്ക് നേടിക്കൊടുക്കാൻ പറ്റിയില്ല. ആഗ്രഹിച്ച ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ എന്ത് കൊടുത്തു എന്ന് ചോദിച്ചാ കണ്ണീര് മാത്രമാണെന്ന് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റും. കുറച്ചു ദിവസമായിട്ട് സീതമ്മയ്ക്ക് ഒരു സമാധാനമില്ല. അതുകൊണ്ട് സീതമ്മയുടെ അടുത്തിരിക്കുമ്പോഴൊക്കെ വല്ലാത്തൊരു വേദനയാണ്.
എങ്ങനെയെങ്കിലും സീതമ്മയെ സന്തോഷിപ്പിക്കണം. മോളുടെ സീതമ്മ സന്തോഷിക്കണമെങ്കിൽ രാമൻ കനിയണം. അതേതായാലും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. ആ, മോളുടെ കാര്യം തന്നെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. സീതമ്മ വന്നോ? വീടിനകത്ത് തന്നെ ഇരുന്നപ്പോ വല്ലാത്തൊരു വീർപ്പുമുട്ടല് തോന്നി, അതാ വന്നത്. സീതമ്മയ്ക്ക് രാമനങ്കലം കാണുന്നുണ്ടോ? അങ്കിളിനൊപ്പം വേറൊരു പെണ്ണുണ്ടെന്ന് നോക്കണ്ട. സീതമ്മ ഒന്ന് പോയി കാണ്. അങ്ങനെ പോകുന്നത് ശരിയല്ല മോളെ. എന്നെ കാണരുതെന്ന് പ്രാർത്ഥിച്ച് മോളുടെ രാമനങ്ങൾ നടക്കുമ്പോ അതിനിടയിലേക്ക് ഞാൻ ഇടിച്ചു കയറുന്നത് ശരിയല്ല. രാമന് മോളെ ഇഷ്ടല്ലാന്ന് മോക്ക് തോന്നുന്നതാ. അങ്ങനെയെങ്കിൽ അവൻ എന്റെ മുമ്പിൽ വന്ന് സങ്കടത്തോടെ നിൽക്കില്ലായിരുന്നല്ലോ. കാണണമെങ്കിൽ പോയി കാണണം മോളെ. കൂടെ ഒരു പെണ്ണുള്ളപ്പോ എന്തിനാച്ചാ അങ്ങനൊക്കെ? ചാരുമോള് പറഞ്ഞ പോലെ മോക്ക് രാമനെ കാണണമെന്നുണ്ട്. അവനോട് എന്തെങ്കിലുമൊക്കെ പറയണമെന്നുമുണ്ട്. അതുകൊണ്ടാ ഞങ്ങളൊക്കെ നിർബന്ധിക്കുന്നേ. പിന്നെ മോളുടെ ഇഷ്ടം പോലെ ചെയ്യ്. മോളെ, നമുക്ക് പോവാം. പോയിട്ട് വരാം സീതമ്മ. ആ ശരി മോളെ. അപ്പൂസൊന്ന് നിക്കേ, എന്നെ ഒന്ന് പിടിക്കേ. ധൃതി പിടിക്കാതെ. ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞിരിക്കുക. അതിനു മുമ്പ് മോള് രാമനൊപ്പം ജീവിക്കുന്നത് കാണണമെന്നുണ്ടായിരുന്നു. അതിനി കണ്ണടയുന്നതിന് മുമ്പ് കാണാൻ പറ്റുമോ എന്തോ. അമ്മയമ്മയ്ക്ക് അസുഖമാണെങ്കിൽ ഞാൻ അവിടെ വരെ ഒന്ന് പോയനല്ലോ. എന്തിനാ പോന്ന്? ചെറിയൊരു വിമ്മിഷ്ടം, അത്രേ ഉള്ളൂ. പിന്നെ സീത എന്ന് പറയുന്ന സാധനം ഏത് സമയം അവിടെയാ. അത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. രാമേട്ടന്റെ അമ്മ അതേ ഹോസ്പിറ്റലിൽ തന്നെയാ. ആരാ ഈ രാമേട്ടൻ? അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, രാമേട്ടന്റെ ആരാധികയാ സീതേച്ചി. കുട്ടിക്കാലം മുതലേ അവരൊരുമിക്കാൻ തീരുമാനിച്ചതാ. എന്ന വിധി അവരെ രണ്ടാക്കി. പലപ്പോഴും 5 വർഷമായിട്ട് ഈ പറയുന്ന രാമേണ്ണങ്ങ് മാറി നിൽക്കുക മൂന്നാറില്. ഇയാൾക്കെന്താ സീതയോട് എന്തെങ്കിലും വിരോധമുണ്ടോ? ആദ്യമൊക്കെ കല്യാണം നടത്താൻ വേണ്ടി രാമേട്ടൻ കിണഞ്ഞു ശ്രമിച്ചതാ. കാര്യങ്ങൾ കല്യാണത്തിനടുത്തുവരെ എത്തിയതാ. എന്നാ സമയമാവുമ്പോ പിന്നോട്ട് വലിഞ്ഞത് സീതേച്ചി തന്നെയാ. അവസാനം നിരാശയോടെ ആളീ നാടും വീടും വിട്ട് ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. ഇപ്പോഴോ അങ്ങേർക്ക് വേണ്ടി കാത്തിരിക്കുക സീത. നോക്കണേ കാര്യങ്ങള്. ഇതുപോലെ കടഞ്ഞെടുത്ത മേനിയഴകുള്ള ഒരു പെണ്ണിനെ വേണ്ടാന്നും പറഞ്ഞ് മാറി നിൽക്കുന്നവൻ ആണാണോ? അല്ല, ഇടയ്ക്കൊരു വർണ്ണന നടത്തിയല്ലോ. കടഞ്ഞെടുത്ത മേനിയഴകുള്ള പെണ്ണോ? അത്രയ്ക്ക് സുന്ദരിയാണോ അവള്? ഹേയ്, നിന്റെ അത്രയില്ല. എങ്കിലും തരക്കേടില്ല. വേണ്ട വേണ്ട, ഇനി എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സംസാരിക്കണ്ട. ഈ പറയുന്ന രാമേട്ടന്റെ അമ്മ ആശുപത്രിയിലായതുകൊണ്ട് രാമേട്ടനും അവിടെയുണ്ട്. അതറിഞ്ഞ പിന്നെ സീത അവിടേക്ക് പോവാതിരിക്കുവോ? പ്രണയിച്ചവരല്ലേ, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചവരല്ലേ, അപ്പൊ ഉറപ്പായിട്ടും പോവും. അവര് തമ്മിൽ കൂടിക്കാണാനുള്ള അവസരം ലഭിച്ചാൽ അത് ചിലപ്പോ അവരുടെ ഒത്തുചേരലിന് നിമിത്തമായേക്കാം. അതിനുള്ള സാധ്യതയില്ല. കാരണം രാമേട്ടനിപ്പോ വന്നിരിക്കുന്നതേ അയാള് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണുമായിട്ടാ. ഓ, അത് ശരി. അതിന്റെ ഇടയിൽ വേറൊരുത്തിയും കൂടെ വന്നു കഴിഞ്ഞോ? വന്നൂന്ന് മാത്രല്ല,
അവള് മിക്കവാറും ഉടനെ രാമേട്ടന്റെ ഭാര്യയാവും. അത് നന്നായി. സീതയെന്നല്ല, ലോകത്തിലെ ഒരു പെൺകുട്ടികളും വിവാഹം കഴിക്കാത്തതായി എനിക്കിഷ്ടം. എന്താ ചിന്തിക്കുന്നു? അല്ല, വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കില്ല, എന്നിട്ട് അവസാനം നിരാശയോടെ നടക്കും. പീറ്ററപ്പോ വന്നു. അത് കുറച്ച് സമയമായതേ ഉള്ളൂ. ഗിരി ഇല്ലാത്ത സമയം നോക്കി വന്നതാണോ? അതെന്താങ്കളെ അങ്ങനെ പറഞ്ഞത്? അതല്ലെങ്കിലും അങ്ങനെയൊക്കെ ഈ നാവിന്ന് വരൂ. അല്ല, ഗംഗാമ്മോളുടെ കഴിഞ്ഞ പിറന്നാൾ ദിവസം ഓർമ്മയുണ്ടോ? അന്നെൻ്റെ ചാരുമോള് പറഞ്ഞു ആരുമില്ലാത്ത സമയം നോക്കി പീറ്ററോടെ വന്നിട്ടുണ്ടായിരുന്നെന്ന്. അന്നത് സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, എൻ്റെ കുഞ്ഞിനെ കൊന്ന് കൊല വിളിക്കുക വരെ ചെയ്തു. അന്ന് വന്നില്ല എന്ന് പറഞ്ഞത് ഇനി മാറ്റി പറയാനൊന്നും പോകുന്നില്ല. ഇപ്പൊ ഗിരിയേട്ടനെ അന്വേഷിച്ചാ പീറ്ററായിട്ട് വന്നത്. ആളില്ലാന്ന് അറിഞ്ഞപ്പോ ഞാൻ ചായ ഇട്ട് കൊടുത്തു, കുറച്ചു നേരം സംസാരിച്ചു, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ എന്റെ ഗിരിയുടെ വീട് എന്റെ വീട് പോലെയല്ലേ? ഇവിടേക്ക് ഞാൻ വരുന്നത് സംശയത്തോടെ നോക്കേണ്ട കാര്യമുണ്ടോ? അല്ല, സീതേച്ചി ആശുപത്രിയിലുണ്ടോ? അസുഖമായിട്ട് കിടക്കുന്ന അവളുടെ അമ്മയാണ്. അവൾ ആശുപത്രിയിലുണ്ട്. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. പോയിട്ട് വരാം അർച്ചനെ. പോയിട്ട് നാളെ വരുവോ അതോ? പോയി തിരക്ക്. അന്നിതുപോലെ വന്നത് ഇയാളായിരുന്നു അപ്പുസെ. അറിയാം മോളെ, ഈ വരവ് അവളുടെ ദാമ്പത്യം തകർക്കാണ്ടിരുന്നാ മതിയായിരുന്നു. എന്താ മോളെ ആലോചിക്കുന്നത്? എനിക്ക് മറഞ്ഞു നിന്നെങ്കിലും ഒന്ന് കാണണമെന്നുണ്ട്. എന്റെ ശ്രീയേട്ടന്. രാമൻ വളരെ ദൂരെയാണ് ഇപ്പൊ താമസിക്കുന്നത്. പെട്ടെന്ന് പോയി മോൾക്ക് ആ കുട്ടിയെ കാണാൻ പറ്റില്ല. എന്നാ ഇപ്പൊ അരികിലുണ്ട്, വളരെ അടുത്ത്. 2 ചുവട് നടന്ന രാമനെ കാണാം. എന്നിട്ടും കാണാതെ മാറി നിൽക്കുന്നത് ശരിയല്ല മോളെ. പ്രത്യേകിച്ച് കാണണമെന്ന തോന്നൽ ശക്തി പ്രാപിച്ച സ്ഥിതിക്ക്. ശ്രീയേട്ടൻ എന്റെ കോളൊന്ന് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ 3 വരെ ഒന്ന് പോയേനെ നേരിൽ കാണാൻ. എന്നാ ഇവിടെ അമ്മ പറഞ്ഞതുപോലെ അടുത്ത. പക്ഷെ കൂടെ വന്നിരിക്കുന്നത് ശ്രീയേട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണ. അവൾ അരികിലില്ലാത്തൊരു സമയമുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അങ്ങോട്ട് പോയേനെ. രാമൻ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോന്നെന്നറിഞ്ഞിട്ടും മോൾക്ക് അവനോട് ഇഷ്ടക്കുറവില്ലല്ലോ. അത് ഈ ജന്മം ഉണ്ടാവില്ല. ശ്രീയേട്ടന്റെ കല്യാണം കഴിഞ്ഞാലും ഉണ്ടാവില്ല. ശ്രീയേട്ടൻ മീര എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുമെന്ന് എല്ലാവരും പറയുന്നു. മീര അത് സമ്മതിക്കുന്നു. എന്നാ എന്റെ മനസ്സിപ്പോഴും പറയുന്നത് അവരൊന്നാവില്ലെന്ന്. അത് രാമനെ വിട്ടുകൊടുക്കാൻ മോക്ക് മനസ്സില്ലാത്തത് കൊണ്ട് തോന്നുന്നതാ. ആ, ചിലപ്പോ അങ്ങനെയായിരിക്കും. എന്തായാലും ശരി, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് കാണാൻ വയ്യ. എന്റേതാവൂന്ന് കരുതിയിരുന്ന ശ്രീയേട്ടൻ മറ്റൊരാൾക്ക് സ്വന്തമാവൂന്ന് ചിന്തിക്കാനേ വയ്യ. അത്തരം സ്വപ്നങ്ങളും ഞാൻ കാണുന്നില്ല. എന്നും എന്റെ ഉള്ളില് അതേപടി തന്നെ ഉണ്ടാവും ശ്രീയേട്ടൻ. ആ സ്ഥാനത്ത് മറ്റൊരാൾ കയറി വരില്ല, മരണം വരെ.
എനിക്കറിയാം അമ്മയുടെ മോൻ പിശുക്കനാണെന്ന്. അമ്മ പേടിക്കണ്ട, എല്ലാ ചെലവുകളും ഞാൻ വഹിച്ചോളാന്നേ. എന്തായാലും തൽക്കാലം ഇവിടെ അതിന്റെ ആവശ്യമൊന്നുമില്ല. സീതേച്ചി, പീറ്ററോ, എന്താ ഇവിടെ? അത് നല്ല ചോദ്യമായിപ്പോയി. ഗിരിയുടെ അമ്മ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കല്ലേ, അപ്പോ ഞാൻ വന്നൊന്ന് കാണണ്ടായോ? ഓ, അമ്മയെ കാണാൻ വന്നതാണോ? ആ അതെ. പിന്നെ സീതേച്ചി ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അല്ല, സാരി ഇഷ്ടപ്പെട്ടായിരുന്നോ? സാരിയോ? ആ, ഞാനൊരു സാരി അർച്ചനയുടെ കയ്യില്. ഓ, കൊടുത്തായിരുന്നോ? ആ, എന്നാ അത് അവൾ ഉടുത്തോളും. അല്ല, ഞാൻ സീതേച്ചിയെ മനസ്സിൽ കണ്ടോണ്ട് ആ സാരി വാങ്ങിച്ചു കൊടുത്തു വിട്ടത്. ഈ കളറിനും ബോഡി ഷേപ്പിനും പറ്റിയ സാരിയായിരുന്നു. ഞാനിപ്പോ മറ്റൊരു മാനസികാവസ്ഥയിലാണ്. ആ അതെ, എനിക്ക് മനസ്സിലാവും. ആ മാനസികാവസ്ഥ ഷെയർ ചെയ്താ അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ എന്റെ സ്വകാര്യ ദുഃഖങ്ങൾ മറ്റൊരാളുമായി ഞാൻ ഷെയർ ചെയ്യാറില്ല. മറ്റൊരാൾക്കത് പരിഹരിക്കാനും പറ്റില്ല. സ്ത്രീകളുടെ സൈക്കോളജി എനിക്ക് മനപ്പാടോ. പീറ്ററിന്റേത് എനിക്കും. അമ്മയെ കാണാൻ വന്നതല്ലേ, എന്നാ പോയി കാണാം. കാണാം. എന്നാ പിന്നെ ഞാൻ പോയി കണ്ടിട്ട് വരാം. അമ്മേ, ആ
മോനോ? ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോ ഇത്തിരി വൈകിപ്പോയമ്മേ. അയ്യോ, ഞാൻ അന്ന് കണ്ട അമ്മയല്ല, വല്ലാണ്ടങ്ങ് മാറിപ്പോയല്ലോ. നല്ല ശ്വാസം മുട്ടലും പനിയുമായിട്ടാ വന്നത്. ഇപ്പോ ഇത്തിരി മെച്ചപ്പെട്ടെന്ന് വേണം പറയാൻ. എന്നാലും നല്ല ക്ഷീണമുണ്ട്. കുറച്ചുകൂടെ നല്ല ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കൂടായിരുന്നു അമ്മേ. ഹോ, എന്നാലും ആ ഗിരി അവൻ ഇതൊന്നും പറയത്തില്ലെന്നേ. ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം ഏതെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിലേക്ക് പോണം. തൽക്കാലത്തേക്കുള്ള ശാന്തി മാത്രമല്ലല്ലോ അമ്മേ, എന്നേക്കുമായുള്ള ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ സമീപിക്കുന്നത്. ഹ, എനിക്കറിയാം അമ്മയുടെ മോൻ പിശുക്കനാണെന്ന്. അമ്മ പേടിക്കണ്ട, എല്ലാ ചെലവുകളും ഞാൻ വഹിച്ചോളാന്നേ. അതിനിതൊക്കെ കടുപ്പാടൊന്നും അമ്മയോട് പീറ്ററിനില്ലല്ലോ. എനിക്ക് അമ്മയില്ല, ഡാഡിയും ചെറുപ്പത്തിലെ മരിച്ചു. അതുകൊണ്ട് ഒരമ്മയുടെ വില എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഏതമ്മമാർക്ക് അസുഖം വന്നാലും ഞാനവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. എന്തായാലും തൽക്കാലം ഇവിടെ അതിന്റെ ആവശ്യമൊന്നുമില്ല. സീതേച്ചന്ദ്ര എന്നെ ഒരു അന്യനെ കാണുന്നേ, എന്നെ കുടുംബത്തിലെ ഒരാളെ കാണ്. പിന്നെ അമ്മയ്ക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം ഷുഗറും പ്രഷറും ഒക്കെ കാണുമല്ലോ, അതുകൊണ്ടാ ഞാൻ ഫ്രൂട്ട്സ് മാത്രം വാങ്ങിയത്. എനിക്കതൊന്നും വേണ്ട മോനെ. ഒരൽപ്പം കഞ്ഞി അത്രേ വേണ്ടൂ. അതിവിടെയുണ്ട്. അല്ല, സീതേച്ചി എന്തെങ്കിലും കഴിച്ചായിരുന്നോ? വേണമെങ്കിൽ ഞാൻ ഹോട്ടലിൽ നിന്ന് വരുത്തിക്കാം.